തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇനി പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടുക എന്നുള്ളത് ഇതിൽ പ്രധാനമാണ്. ദിവ്യ, എന്തായാലും ഈ ഒരു ജാമ്യം അല്ലെങ്കിൽ റിമാൻഡ് എന്നുള്ള തീരുമാനത്തിലേക്ക് കോടതി പോകുന്നതിന് മുമ്പ് സ്വാഭാവികമായിട്ടും പ്രോസിക്യൂഷന്റെ വാദം തന്നെ ക്ലിയർ ആയിട്ട് തന്നെ കോടതി കേൾക്കും. എന്തായാലും വീഡിയോ തെളിവ് നൽകാൻ പരിശോധിക്കണമെന്ന് ആവർത്തിച്ച പ്രതിഭാഗം, അതായത് നേരത്തെ പ്രതിഭാഗം പറഞ്ഞിരുന്നതാണ് ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങളുണ്ട്. അതായത് അന്ന് 4 മാസങ്ങൾക്ക് മുമ്പ് നടന്ന പരിപാടിയുടെ ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നതാണ് നടി. അതിൻ്റെ ലിങ്കുകളുണ്ട്. ആ പരിപാടിയുടെ തന്നെ വീഡിയോ തെളിവ് നൽകാം, പരിശോധിക്കണമെന്നുള്ളത് ഇപ്പോൾ പ്രതിഭാഗം ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഈ സമയത്ത് ബുദ്ധിമുട്ടാണെന്ന് മജിസ്ട്രേറ്റ് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് തുടക്കത്തിൽ തന്നെ മജിസ്ട്രേറ്റ് പറഞ്ഞിരുന്നതാണ്, വ്യക്തമാക്കിയിരുന്നതാണ്. ഇപ്പോൾ ഇത് കാണേണ്ടതില്ല, ഇത് കാണുന്നില്ല, തനിക്ക് കാണേണ്ടതില്ല എന്നുള്ളൊരു നിലപാടെടുത്തിരുന്നതാണ്. അതിന് പിന്നാലെയാണ് ഈ സമയത്ത് ബുദ്ധിമുട്ടാണെന്ന് ആ പരിപാടിയുടെ വീഡിയോ തെളിവ് നൽകാമെന്ന് പ്രതിഭാഗം പറയുമ്പോൾ അത്